Guys, welcome back to my channel. It's me Arabic Gaming 7. So guys, നമ്മൾ കിടക്കാൻ പോലത്തെ ഇന്ത്യൻ ബൈക്ക് ബ്രാൻഡിൻ്റെ വീഡിയോ ഇട്ട് വന്നേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ പുതിയൊരു ബൈക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാവസാക്കിയുടെ ഡെക്സ്റ്റൻഡർ ആണ് കേട്ടോ ഗൈസ് മേടിച്ചേക്കുന്നത്. ഒരു മഞ്ഞ കളർ വണ്ടിയാണ് ഗൈസ് മേടിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ പച്ചയാണ് ഇതിൻ്റെ മെയിൻ കളർ. പക്ഷേ ഈ സിറ്റിയിൽ കുറേ പേരുടെ ഈ വണ്ടി ഉണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ പച്ചയുണ്ട്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് മഞ്ഞ പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി വണ്ടിയല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ചെറു റൗണ്ടിന് പോവാട്ടെ ഗൈസ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് വരുന്ന വഴിയാണ്, എടുത്ത് വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തന്നേട്ടാ. അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ 246 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഗൈസ്, നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ഗൈസ് സുഖത്തിൽ നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് അടിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീണ്ടും നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ തിരിച്ച് വരാം. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ വീട് ഗൈസ് ഇവിടെ വിൽക്കാട്ടേക്കണ ഒരു വീടാണ് കേട്ടോ. ഈ വീട് മേടിക്കണം എന്നുണ്ട്, പക്ഷെ നല്ല വിലയാണ് ഈ വീടിന്. ഈ വീടിൻ്റെ കൂടെ നമുക്ക് കാറും ബൈക്കൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഏതോ മറ്റേ ലംബോർഗിനിയുടെ ഏതോ കാറെങ്ങാണ്ടോ, ലംബോർഗിനിയുടെ ഏതൊരു കാറും പിന്നെ വേറൊരു നോർമൽ ബൈക്ക് അങ്ങോട്ടോ, നമ്മുടെ ബെനലിയാണോ ബുള്ളറ്റിനാണോ പറഞ്ഞതെന്നല്ല, ഈ രണ്ടിലേതോ ഒരെണ്ണത്തിൻ്റെ ബൈക്ക് നമുക്ക് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ട് തന്നെ കുറേ നാളായിട്ടാണ്. നമ്മൾ ഈ ജുറാസിക് പാർക്കിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് എത്രയോ നാളായി ഗൈസ്. ഓക്കെ, ഈ സിറ്റിയുടെ ബാക്കിലേക്ക് നമ്മൾ വരാറില്ല. ഇപ്പോൾ ഇവിടെ ട്രെയിനൊന്നുമില്ല ഗൈസ്. എൻ്റെ അമ്മേ, ഇവന്മാർക്ക് ഈ പാളം ഒന്ന് റെഡിയാക്കി കൂടെ. കൂടെ സ്പീഡിൽ വരാൻ പറ്റില്ല കേട്ടോ, ബൈക്ക് പറക്കും. പിന്നെ ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഡൈനോസർ എല്ലാം ഉണ്ട് ഗൈസ്. മുമ്പ് ആകെ ഒരു മറ്റേ കുഞ്ഞു ഡൈനോസർ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീറക്സിനെ എങ്ങാണ്ട് കൊണ്ടുവന്നു. ഇപ്പം അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഗൈസ്. ഇതിൻ്റെ പോത്തെങ്ങാണ്ട് കാര്യമുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ചുമ്മാ ഈ സിറ്റിയിലൊക്കെ ഒന്ന് റൗണ്ടൊക്കെ ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മൾ വീണ്ടും സിറ്റിയിലേക്ക് വന്നേക്കണം. നമ്മുടെ അപ്പുറത്തെ സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് 10 മണി 10:30 ഉണ്ടാവും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ നേരെ വിടണം. നമുക്ക് ഈ വണ്ടിക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു ഏരിയ നമ്മുടെ ഈ സിറ്റിയിലില്ല കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ സിറ്റിയിൽ അത്ര സ്പീഡിൽ പോകാൻ പറ്റിയൊരു ഏരിയ നമ്മുടെ ഈ സിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി അപ്പം തീരും. നല്ല സ്പീഡ് ഉണ്ട് ഈ വണ്ടിക്ക്. ഇതെന്തത് ഈ റിംഗ് പോർട്ടലിലവിടെ ഇങ്ങനെ എന്തോ പോർട്ടലേ ഒരു പോർട്ടലോ നടക്കണ പോലെ ഇവിടെ ഇപ്പം എന്തത് ഇങ്ങനത്തെ കളറൊക്കെ ഈ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ചുമ്മാ കണ്ട ഇതിന്മേ ലൈറ്റൊക്കെ കത്തുന്നു. ഇതെന്താ ഇങ്ങനെ കത്തണേ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ പുറത്തേക്ക് ലൈറ്റ് വരുന്നില്ല കേട്ടോ. എന്തിട്ടാണോ നമുക്ക് ബൈക്ക് എടുത്തൊന്ന് കയറി വെക്കാം ഗൈസ്. നമുക്ക് വെറുതെ പോകണ്ട. ഇവർക്കൊന്നും കാണാനില്ലേ? നമുക്ക് മാത്രമേ ഇനി കാണാനുള്ളൂ. നമുക്ക് ഈ ബൈക്ക് എടുത്ത് പോയി നോക്കട്ടെ. ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. എന്തൊരു സാധനം വല്ല ലൈറ്റിൻ്റെ എന്തെങ്കിലും ആണോ, അത് പോർട്ടൽ വല്ലത് കാണുമെന്ന് അറിയില്ല കേട്ടോ. കണ്ട അതിൻ്റെ സൈഡിൽ നിറച്ച് ലൈറ്റ് എത്തണേ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തോട്ട് വലിയ കാര്യമൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ എത്തിയിട്ട് ഇത് എവിടെയാണെന്ന് അറിയില്ല. ഇത് എവിടെയാണ് ഇട്ടേക്കണേ? പക്ഷെ എന്ത് ഇങ്ങനെ ഇരിക്കണേ ഇവിടെ? നോക്കി, ഇതെന്തത് ഇങ്ങനെ ഇരിക്കണേ? എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കണ്ട എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം നമുക്ക്. അത് നമുക്ക് ഇത് എനിക്ക് പേടിയാവുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ AK-47 കയ്യിലെടുത്തിട്ട് പോവാം കേട്ടോ. ഇത് ഗ്രേവ് യാർഡ് വല്ലതും ആണോ ഗൈസ്? നിറച്ച് കല്ലറുകളും. ഓക്കെ, ഇത് ബോണിൻ ഡേറ്റ് കളറില്ല, MH. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതുകളാണ് കേട്ടോ ഗൈസ്. കല്ലറുകൾ LVBD റോസ് ഗൈസ് 1770 ജനിച്ച ആൾക്കാരുടേത്. ഓക്കെ, 1333 ഇതേതാ സ്ഥലം ഗൈസ്? നമ്മുടെ സിറ്റിയിൽ ഇതേപോലത്തെ ഒരു ഗ്രേവ് യാർഡ് ഇല്ല, എവിടെ ഇല്ല. ഗ്രേവ് യാർഡ് ഉള്ളത് അങ്ങനെ നീങ്ങിയിട്ടാണ്. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയൊന്നല്ല ഗൈസ്. അവിടെ ഫുള്ള് വെളിച്ചവും ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് കാരണം സിറ്റിയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇത് ഏത് സ്ഥലത്താണ് എത്തിയേക്കുന്നത് ഒരു പിടിയില്ല. നമുക്ക് പതുക്കെ ഓടിയൊക്കെ പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ വല്ല എലിയ പൂച്ച പാമ്പങ്ങനെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവുന്ന മുകളിൽ. പ്രേതമൊന്നും വരില്ല ഗൈസ്, കാരണം ഈ സിറ്റിയിലൊക്കെ എവിടെ പ്രേതം വരാൻ. പക്ഷെ ഇത്
സിറ്റി അല്ല കേസത്. കാരണം നോക്കത് സിറ്റി അല്ല. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം ഈ സിറ്റിയിലേ ഇല്ല. ഇത് വേറെ എവിടെയാണ്. ഞാൻ ആ പോർട്ടലിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം എൻ്റെ ബോധം പോയി. പിന്നെ കഴിച്ച് ഞാൻ ഇപ്പോഴാണ് ഉണ്ടാ എനിക്കെന്ത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്. എന്നിട്ടത് ഗൈസ് എന്നിട്ട് അവിടെ എന്നിട്ട് സാധനം ഒന്നും ചെയ്യണില്ല. അയ്യോ ഇതിൻ്റെ പ്രേത സോംബിയാ. എന്നിട്ടത് വെടിവെക്കി ഞെറ്റ് വരുമോ? ഓ സംഭവം അടുത്ത ആള് ചാവ്. ഓക്കെ ഓ ഓ വെടിക്ക് 2 സ്ഥലത്തുണ്ട് ഗൈസ്. എവിടെടാ ഇതെന്ത് ഇങ്ങനത്തെ സ്ഥലം? ഇത് ഏതാ ഗൈസ് സ്ഥലം? എനിക്ക് ഇവിടെ ഒരു വീടൊക്കെയാണ്. വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും ഗൈസ് നമുക്ക്. അയ്യോ അതെ നിറച്ചുണ്ട്. നമുക്ക് മെഷീൻ ഗൺ എടുക്കും. നമുക്ക് മെഷീൻ ഗൺ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൊല്ലണം. ഓക്കെ എന്തിട്ട് ഇവിടെ ഉണ്ടാവണേന്ന് എനിക്കൊരു പിടിയില്ല. നമുക്ക് പിന്നെ മെഷീൻ ഗണ്ണേ നമ്മുടെ ഒരു പ്യുവർ മെഷീൻ ഗണ്ണല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം ആ വലിയ ടൈപ്പ് മെഷീൻ ഗണ്ണല്ല. ഓക്കെ നമുക്ക് ഈ മെഷീൻ ഗൺ മാറ്റണം കേസ്. നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഇതിന്. എനിക്ക് വീടത്തുള്ളൊക്കെ കയറാൻ പറ്റുന്ന ട്രാപ്പ്. അയ്യോ ഇതേ അടുത്ത ആൾക്കാർ ഗൈസ് ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എങ്ങനെയൊന്ന് കൊല്ലുക? ഓ എന്നെ കൊല്ലല്ലേ ആരുമില്ലല്ലോ. നമുക്ക് ഞങ്ങളൊന്ന് ബോംബ് വയ്ക്കാം ഗൈസ്. അല്ലെങ്കിലേ പണിയാ. ഞങ്ങൾ വീണ്ടും അങ്ങനെ ഇനി റീസ്പോണായി വന്നാലേ ദേ വരും അടുത്തത്. അയ്യോ സ്നൈപ്പറേ. അതാണ് ഒരു കുന്ന് വെപ്പണുണ്ടായ പ്രശ്നം. ചാവ്. അതൊക്കെ ഞാൻ നമ്മുടെ സ്റ്റിക്കി ബോംബും RPG വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗണ്ണ് കയ്യെടുത്ത് പോകാം ഗൈസ്. ഇത് വേണ്ട, ഇത് ഭയങ്കര വെയിറ്റ്. അത് കുറച്ച് കഴിയുമ്പോൾ കൈ കഴിക്കും. നമുക്ക് പതുക്കെ ദേ വരുന്നു ഈ സിവിറ്റങ്ങൾ. ഇത് എവിടെ നിന്ന് ഉണ്ടായി വരണേ? ഇതെന്താ സംഭവം എന്നൊരു പിടിയില്ല. വീട് ഫുള്ളൊന്ന് അന്വേഷിക്കുക. അവിടെ വെളിച്ചില്ല. ഇത് ചത്തിരിക്കുന്നത്. ഇതാണ് ചത്തേക്കുന്നതാണ് ഗൈസ്. ഇത് എവിടെയായി നമ്മൾ എത്തിയേക്കണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് വലിയൊരു റൂമാണ് കേട്ടോ. വലിയൊരു വീടും കൂടിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പ്രേതങ്ങളുണ്ട് ഗൈസ്. പ്രേതങ്ങൾ. ഓക്കെ ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കുക? ഇത് അടുത്തത്. ഇതങ്ങൾ പെട്ടെന്ന് ചാവുണ്ടാവുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്ക് ആകെ ഈ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പൊട്ടിക്കാൻ പറ്റിയ അതിൽ ഇതിപ്പോൾ എങ്ങനെയാണ് ഗൈസ്? നമുക്ക് ഇനി ഒന്നും കൂടി പുറത്ത് കിടക്കുക. ഇത് നമ്മൾ ആ പുറത്തുനിന്നുള്ള വഴി. പിന്നെ ഇപ്പോൾ ഇതൊരു റൂം ഗൈസ്. ഒന്നുമില്ലല്ലോ. ഇന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കുക? സോംബിയാ പ്രേതാ? എന്താ വിളിക്കണ്ടേന്ന് എനിക്കറിയില്ല ഗൈസ്. കണ്ടിട്ട് രണ്ടും പോലെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ കിടക്കണ ബാഗാ? ബാഗ് കിടക്കണ ഗൈസ്. ബാഗിന് പിസ്റ്റൾ കിട്ടിയിട്ടാ. പക്ഷെ ബാഗ് പോയിട്ട് ബാഗ് എങ്ങോട്ടോ പോയി. എനിക്ക് പിസ്റ്റൾ മാത്രമേ കിട്ടിയുള്ളൂ. അയ്യോ ഇത് വെച്ച് വെടി വയ്ക്കാൻ പറ്റണില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇത് വെച്ച് വെടി വയ്ക്കാൻ പറ്റണില്ല. ഇത് നമ്മുടെ AK-47 തന്നെ എടുക്കണം. ഓക്കെ ഇത് വെച്ചിട്ട് വെടി വയ്ക്കാൻ പറ്റണില്ല കേട്ടോ. ഈ പിസ്റ്റൾ വെച്ചിട്ട് എന്താണെന്നറിയില്ല. ഇത് മുമ്പ് വന്നവരുടെ വല്ലവരുടെയും ആമോ കഴിഞ്ഞ് പിസ്റ്റളായിരിക്കും കേട്ടോ. പക്ഷെ ഇത് കണ്ടിട്ടൊരു പ്രത്യേക ടൈപ്പ് പിസ്റ്റൾ. അതായത് മറ്റേ പിസ്റ്റളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വേറെ ഏതൊരു പിസ്റ്റൾ പോലെ. ഓക്കെ ഗൈസ് അപ്പം നമുക്കൊന്ന് ഇവിടെ വേറെ വല്ലവരും ഉണ്ടോ? ഇതെന്താ ഈ പിസ്റ്റൾ? എനിക്ക് എവിടെ കണ്ടോർമ്മയുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് നോക്കിയിട്ട് എവിടെ കണ്ടേന്ന് എനിക്ക് ഓർമ്മ വന്നു. ഇത് ടെലിപ്പോർട്ടിങ് പിസ്റ്റളത്. ഇത് പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്റ്റളാണ്. അതായത് ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ സുമേഷ് ചേട്ടനെയും കൊണ്ടുപോയിട്ട് നമ്മളൊരു മുമ്പ് ഇത് ഫ്യൂച്ചർ എക്സിബിഷനും ഉണ്ടായിരുന്നു. നമ്മുടെ
ഫ്യൂച്ചർ മ്യൂസിയം ഇല്ലേ, അതുപോലത്തെ ദുബായിൽ ഫ്യൂച്ചർ മ്യൂസിയം ഇല്ലേ, അതേപോലത്തെ ഒരു ഫ്യൂച്ചർ എക്സിബിഷന് കേസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സുമേഷ് ചേട്ടനെ കൊണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു തോക്ക്, ഒരു ടെലിപ്പോർട്ടിങ് ഗൺ. ഇത് ആക്ച്വലി ഒരു പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വെടിവെക്കുകയാണെങ്കിൽ അത് എയിം ചെയ്തിട്ട് എങ്ങോട്ടാണ് വെടിവെക്കണമെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും ഗൈസ്. പിന്നെ അത് എല്ലായിടത്തും വെടിവെച്ചാൽ വർക്കാവില്ല. ഇതിനൊരു പ്ലേസ് ആണ്, അതായത് വേറൊരു മറ്റൊരു എന്നിട്ട് ഇപ്പോൾ പറയുന്നേ ഒരു ക്ലിയർ പ്ലേസ് വേണം ഗൈസ്. ഇത് ഇങ്ങനത്തെ ഒരു പ്ലേസ് വേണം, ഫ്ലാറ്റ് സ്ഥലം വേണ്ട. അവിടെ നമുക്ക് പറ്റില്ല, നമുക്ക് വെടിവെച്ച് നോക്കാം ഗൈസ്. നിറച്ച് ഇനിയും ഉണ്ടോ ഗൈസ് അവിടെ കുറേ പേര്. നമുക്ക് ഇവിടെ നിന്ന് വെടിവെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് എവിടെ എത്തിയേ? ഇത് നമ്മുടെ സിറ്റി തന്നെയല്ലേ? ഇത് എൻ്റെ ബൈക്ക് ഇരിക്കണു. ഇത് ഞാൻ ഇവിടെ വെച്ച ബൈക്ക് ഇങ്ങനെ ഇവിടേക്ക് എത്തിയേ. എന്നാൽ നമുക്ക് ഇവിടുന്ന് വേഗം പോകാം ഗൈസ്. അയ്യോ, ആ വീടൊന്നും വേണ്ട എൻ്റെ പൊന്നെ. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം. നമുക്ക് ഈ കാര്യം നമ്മുടെ സുമേഷേട്ടനെ വിളിച്ച് പറയണം കേട്ടോ. അവിടെ ഇപ്പോൾ പോർട്ടലൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ അവിടെ പോർട്ടലും സംഭവങ്ങളൊന്നും കാണാനില്ല കേട്ടാ. പോർട്ടലേ ഇല്ല ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ അത് സാധാരണ പോലെ ആയിട്ടുണ്ട്. അതെന്തത് ഇങ്ങനെ വരാൻ കാരണം? ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം ഗൈസ്. ഇതിങ്ങനെ ബൈക്ക് റൗണ്ട് അടിക്കുന്ന സാധനമാണ് കേട്ടോ. ഞാൻ ഒന്ന് കയറിയപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും സംഭവിക്കണില്ലല്ലോ. ഇപ്പോൾ ഒന്നും സംഭവിക്കണില്ല ഗൈസ്. കണ്ടോ, നമ്മുടെ ബൈക്ക് ശരിക്കും ഡ്രിഫ്റ്റ് ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഫുൾ ടേൺ ആയില്ല. പക്ഷെ അതെന്താ അവിടെ ഉണ്ടായെന്ന് എനിക്കൊരു പിടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.